ഹായ് ഫ്രണ്ട്സ്, സബിൻ എസ് ബി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് അയൺമാൻ്റെ ഹെൽമെറ്റ്. അപ്പോൾ ഈ അയൺമാൻ്റെ ഹെൽമെറ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അയൺമാൻ്റെ ഹെൽമെറ്റ്. ഇത് വർക്കിംഗ് ഒക്കെ ആവും, പക്ഷേ ഈ വർക്കിംഗ് ആവുന്ന വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ ഇന്ന് കാണിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് തുറക്കാൻ പറ്റും കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു PDF-ൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം പ്രിൻ്ററാ വല്ലതും വഴി ഇതേപോലെ പ്രിൻ്റ് ചെയ്തെടുക്കണം. പ്രിൻ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ A3 സൈസിലാണ് പ്രിൻ്റ് ചെയ്തെടുക്കാൻ. ഇതെനിക്ക് ആദ്യം പറ്റിയ ഒരു അബദ്ധമാണ്. ഞാൻ ഇപ്പോൾ പ്രിൻ്റ് ചെയ്തെടുത്ത A4 സൈസിലാണ്. ഞാൻ വീഡിയോൻ്റെ പകുതിയൊക്കെ ആയതിനു ശേഷമാണ് പിന്നീട് A3 സൈസിലോട്ട് മാറ്റി ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ പേപ്പർ ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ചിട്ട് ആ കാർഡ്ബോർഡ് വെട്ടിക്കീറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മേക്കിംഗ് തുടങ്ങാം. അപ്പോൾ ആദ്യം ഒന്നാമത്തെ ഇമേജിൽ നമുക്ക് ഇതേപോലത്തെ 3 എണ്ണം കാണാൻ സാധിക്കും. 3 ഇതേപോലത്തെ ഇമേജസ്. ഇത് 3 എണ്ണവും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വെട്ടിക്കീറി എടുക്കണം. അതായത് 3 എണ്ണം ഒന്നും കൂടെ നമുക്ക് ഇതേപോലത്തെ വെട്ടിക്കീറി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ മൂന്നാമത്തെ ഇമേജിലും നമുക്ക് ഇതേപോലത്തെ 2 സംഭവങ്ങൾ കിട്ടും മൂന്നാമത്തെ ഇമേജിൽ. അപ്പോൾ എന്നാണ്ട് ഇത് മാറ്റി വയ്ക്കാം. ഈ മൂന്നാമത്തെ ഇമേജിലെ ഈ 2 സംഭവങ്ങൾ നമുക്ക് ഒരേപോലെ ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. വീഡിയോ കാണുന്നത് പോലെ. ഒന്നുകിൽ നിങ്ങൾ വെട്ടിക്കീറി എടുക്കുന്ന സമയത്തെ അത് 2 ഒരുമിച്ച് വെച്ചിട്ട് വേണം വെട്ടിക്കീറി എടുക്കാനുള്ള കാർഡ്ബോർഡിൽ. അല്ലെങ്കിൽ നിങ്ങൾ വെട്ടിക്കീറി എടുത്തതിന് ശേഷം എന്തെങ്കിലും പശ വെച്ച് ഒട്ടിക്കണം. ഞാൻ ഇപ്പോൾ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കുകയാണെങ്കിലും ശരിക്കും ഞാൻ ഇത് ഒട്ടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കും. ഇത് രണ്ടാമത്തെ PDF അല്ല, ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോണാണ്. രണ്ടാമത്തെ പിക്ചറിൽ ഇതേപോലത്തെ 2 എണ്ണം കിട്ടും. ഇതിനെ നമ്മളിങ്ങനെ ചപ്പിച്ച് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ച് കൊടുക്കണം. ബെൻഡ് ചെയ്ത് അങ്ങനെ തന്നെ എത്തുന്നുള്ളൂ, നല്ലൊരു സ്ട്രോങ് ആയിട്ടിരിക്കും. അതിനുശേഷം ഒന്നാമത്തെ PDF-ൽ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. തിരിഞ്ഞൊന്നും പോകില്ല, അത് ഞാൻ വച്ചിരിക്കുന്ന തന്നെ നിങ്ങൾ നോക്കിക്കണം. ഇതേപോലെ തന്നെ മറ്റേലും നമ്മൾ 2 ഒട്ടിച്ച് തന്നെ നമുക്ക് ഇതേപോലെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ബെൻഡ് ചെയ്ത് വെച്ചൊന്ന് ഒട്ടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടിരിക്കും. കണ്ടോ, ഇതേപോലെ ഇരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ മൂന്നാമത്തെ പിക്ചറിൽ ഇതേപോലത്തെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ, അതും 4ാമത്തെ പിക്ചറിൽ ഇതേപോലത്തെ ഇത് കിട്ടും. ഇത് 2 എടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ വച്ചിട്ടൊന്ന് ഒട്ടിക്കണം. ഇതേപോലെ ഒന്ന് വെച്ച് ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു കൈ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നേരെ എടുക്കാൻ പറ്റാത്തത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് ഞാൻ നേരെ കാണിക്കാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒട്ടിക്കുന്ന സമയത്ത് ഇതേപോലെ വളഞ്ഞിരിക്കും. അതിനുശേഷം ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചതും നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. കാണിച്ചു തരാം ഞാൻ. ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിയിലായിട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കണം. ഇവിടെ ആയിട്ട് ഇത് ഒട്ടിച്ച് വയ്ക്കാൻ കുറച്ച് പാടാണ്. ആദ്യം നമ്മൾ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചിട്ട് പിന്നീട് നല്ല രീതിയിൽ ഒട്ടണ പശ വെച്ച് ഒട്ടിക്കണതാണ് നല്ലത്, എങ്കിലേ ഇരിക്കുകയുള്ളൂ. അടുത്തായിട്ട് നമ്മൾ മൂന്നാമത്തെ ഇത് കിട്ടും. മൂന്നാമത്തെ പിക്ചറിൽ ഇതേപോലത്തത്. അത് നമുക്ക് ഇവിടെ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഹെൽമെറ്റ് വേറെ രീതിക്കും. നേരത്തെ ഞാൻ A4 സൈസിലായിരുന്നു ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ അതിനെ മാറ്റി A3 സൈസിൽ വീണ്ടും ഒന്നേന്ന് ചെയ്യേണ്ടി വന്ന്. കാരണം നേരത്തെ ഉണ്ടാക്കിയത് എൻ്റെ തലയിലല്ല, എൻ്റെ അനിയത്തിൻ്റെ തലയിൽ പോയിട്ട് ഒരു പാവേൻ്റെ തലയിൽ പോലും കയറില്ല, അത്ര ചെറുതായിപ്പോയി. A3 സൈസ് ആകുമ്പം പ്രിൻ്റ് എടുക്കാൻ കുറച്ച് വലിയ പേപ്പറിലാണ് കിട്ടുന്നത്. ഇനി ഇതിന് കുറച്ച് ചെവി ആഡ് ചെയ്തിട്ടുണ്ട്. ചെവിയല്ല, അയൺമാൻ്റെ ചെവി പോലൊരു സംഭവം വയ്ക്കുമല്ലോ, എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അത് കാർഡ്ബോർഡിൽ റൗണ്ടായിട്ട് വെട്ടിക്കീറി എടുത്ത് സൈഡിലൊക്കെ ഒട്ടിച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പെയിൻ്റല്ല, ഒരു വര ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് ഇതേപോലത്തെ ഒരു ഇമേജാണ് എടുക്കാനുള്ളത്. ഇതേപോലത്തെ എടുക്കണം, ഇതേപോലത്തെ ഒരു ഇമേജും എടുക്കണം. അതിനുശേഷം വീഡിയോ കാണിക്കും പോലെ തന്നെ നിങ്ങൾ വച്ച് ഒട്ടിക്കണം. ആദ്യം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് ഒട്ടിക്കണം. അതിനുശേഷം നമ്മൾ ഇതിനൊന്ന് ബെൻഡ് ചെയ്തിട്ട് ഒട്ടിക്കണം. കണ്ടോ, ആദ്യം ഞാൻ വെറുതെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ നമ്മൾ ഇങ്ങനെ ചപ്പിച്ച് ബെൻഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം, എങ്കിലേ കറക്റ്റ് ആവുള്ളൂ. നമ്മളെ മുഖത്തിൻ്റെ ആ ഒരു പോർഷനാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുകയാണ്.
നിങ്ങളും നല്ല പവർഫുള്ളായിട്ടുള്ള പശ വെച്ച് ഒട്ടിക്കുന്നതാണ് നല്ലത്. കാരണം ഹെൽമെറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുഖത്തൊക്കെ വയ്ക്കാൻ ഊരി വരാൻ ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതേപോലെ 2 സൈഡിലും ഇതേപോലത്തെ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പിക്ചർ ഫ്രണ്ടിൽ ഒട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം ആ മൂക്കിൻ്റെ പോർഷൻ നമുക്കൊന്ന് ചേർത്ത് ഒട്ടിക്കണം. ഉണ്ടോ, ഇപ്പം നമ്മൾ അയൺമാൻ്റെ മുഖത്തിൻ്റെ ഒരു ഏകദേശം ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലത്തെ 2 പിക്ചർ എടുത്ത് നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് ഒട്ടിച്ച് വെച്ചെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഈ ഹെൽമെറ്റിൽ ഇതിനെ ഫിറ്റ് ചെയ്ത് വയ്ക്കണം. അതിനായിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ അകത്തോട്ട് കയറി പോകാതിരിക്കാൻ ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു 100 RPMൻ്റെ ഒരു ഗിയർ മോട്ടർ വേണം. ഞാൻ ഇത് അൺബോക്സിങ് ചെയ്ത സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ, ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നായിരുന്നു എൻ്റെ ചാനലിൽ. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചത് 1 ഷാഫ്റ്റുള്ള ഗിയർ മോട്ടറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 2 ഉപയോഗിക്കേണ്ടി വരും. നിങ്ങൾ 2 ഷാഫ്റ്റുള്ള ഗിയർ മോട്ടറാണ് വാങ്ങിക്കാൻ ആഗ്രഹമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഇതിൽ ഉപയോഗിച്ചാൽ മതി, 2 ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ 2 ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് 2 ഒരുമിച്ച് വയ്ക്കേണ്ടി വരും. 1 ഷാഫ്റ്റിൻ്റെ മോട്ടർ ആയതുകൊണ്ടാണ്. ആദ്യം 2 ഒരുമിച്ച് വെച്ച് നമ്മൾ ഇതേപോലെ ഒരു കമ്പി ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം, വളച്ച്. ഇത് നമ്മൾ ഈ ഹെൽമെറ്റിൻ്റെ ഏറ്റവും മണ്ടയിലായിട്ടാണ് വയ്ക്കാറുള്ളത്. ഇനി അടുത്തതായിട്ടൊരു സ്മൂത്ത് സർഫസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരു സ്മൂത്ത് സർഫസ് എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കണം. ഈ ബുക്കിൻ്റെയൊക്കെ ബൈൻഡായാലും മതി. എന്നിട്ട് ശകലം എണ്ണ തേച്ച് കൊടുക്കണം. ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. നമ്മൾ ഗ്ലൂ ഗണ്ണ് നല്ല രീതിയിൽ മെൽറ്റാക്കണം. അതിനുശേഷം നമ്മളിതാ വീഡിയോ കാണിക്കും പോലെ തന്നെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. ഒഴിച്ചൊഴിച്ചൊരു നെറ്റ് പോലെ നമ്മളെ കണ്ണാണ് നമ്മൾ ഉണ്ടാക്കണം, കണ്ണ് കാണാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടിക്കുന്ന സമയത്ത് ഫെവിക്വിക്ക് ഒട്ടിച്ചാൽ മതി. ഇതുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മറ്റേ ബട്ടർ പേപ്പർ ഇല്ലേ, ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണം, അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അത് വെച്ച് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ വെട്ടിക്കീറി എടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്ലൂ ഗണ്ണ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മൾ എണ്ണ തേച്ചുകൊണ്ട് തന്നെ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അടുത്തായിട്ട് നമ്മളെ തലയോട്ടിയല്ല, ഞാൻ എപ്പോഴും പറയുമ്പോൾ തലയോട്ടിയാണ് പറഞ്ഞത്. നമ്മളെ മുഖത്തിൻ്റെ കണ്ണിൻ്റെ ആ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഞാൻ ബാക്കിൽ നിന്നാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിനെ വീണ്ടും മുറിച്ച് അതിൻ്റെ ആ കറക്റ്റ് വലിപ്പത്തിലെടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഹെൽമെറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ച് കൊടുക്കണം. ആ കമ്പി ഉണ്ട്, ആ കമ്പി നമ്മളെ ഈ ഫേസിൻ്റെ ഈ ഭാഗത്തായിട്ട് വേണം. അതായത് ഞാൻ ഇപ്പം ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഞാൻ അതിലൊരു സ്ട്രോയും കൂടെ ഇട്ടിട്ടുണ്ട്. സ്ട്രോയും കൂടെ ഇട്ടാലേ കറക്റ്റ് ആ ഒരു ആക്ഷൻ നടക്കുള്ളൂ, പൊങ്ങാൻ താങ്ങാൻ. സ്ട്രോ ഇട്ടിട്ട് ഒരു പൊക്കത്തിന് വേണ്ടി ഞാൻ ഒരു കാർഡ്ബോർഡ് പീസും കൂടെ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. നിങ്ങളെ ഹെൽമെറ്റിൽ ചിലപ്പോൾ അങ്ങനെ ഒട്ടിക്കേണ്ടി വരില്ല. കാരണം ഞാൻ ഉണ്ടാക്കിയ ഹെൽമെറ്റ് ആകമൊക്കെ കുറച്ച് ചപ്പിയൊക്കെ പോയി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ അടയണ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് അടഞ്ഞ് അകത്തോട്ടാണ് പോണത്. പൊങ്ങിയതിന് ശേഷം അടയണ സമയത്ത് അകത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. മിക്ക സമയങ്ങളിൽ അകത്തോട്ടേ പോവുള്ളൂ അത്. അതുകൊണ്ട് നമുക്കിനി വേറെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലൊരു റബ്ബർ ബാൻഡ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ആ മോട്ടറിൻ്റെ ആ സ്ക്രൂ ഇട്ടിക്കുന്നുണ്ട്, ആ ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെ വെച്ചാലും അത് കറക്റ്റായിട്ട് വന്നേ അടയുള്ളൂ. അതിനുശേഷം നമ്മൾ പെയിൻറ്റും കൂടെ അടിച്ച് കഴിയുകയാണെങ്കിൽ നമ്മളുടെ അയൺമാൻ്റെ ഹെൽമെറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. Feel the waves cut through me, hypnotized by the sounds I'm breathing. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. അല്ല, ഇത് തുറക്കാനും കൂടെ പറ്റും. നമ്മൾ തലയിൽ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതിൻ്റെ കണ്ണിലൊക്കെ ഇപ്പോൾ ലൈറ്റൊക്കെ എത്തും. ഇതിൻ്റെ അകത്ത് ബൾബ് വെച്ചിട്ടുണ്ട്, ചെറിയ ടോർച്ചിൻ്റെ ലൈറ്റ് ഒക്കെ. ഇത് വർക്കിംഗ് ആവും. നമ്മൾ ഇവിടെ ഗിയർ മോട്ടർ വെച്ചിട്ടുണ്ട്. ആ ഗിയർ മോട്ടർ ഇത് തനിയെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ നമ്മുടെ ചാനൽ വരുന്നുണ്ട്, അത് കാണാൻ മറക്കില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ അമർത്തി വയ്ക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.